എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ സൺഡേലത്തെ ഒരു ഇച്ചിരിയുണ്ട്, പിന്നെ നെക്സ്റ്റ് ഡേ തിങ്കളാഴ്ചത്തെ. ഇതിപ്പോൾ സൺഡേലത്തെയാണ്. ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങളവിടെ നാസ്തയല്ലേ കഴിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കൊന്നും അത് അറിയത്തില്ല. പിള്ളേർക്കെന്നല്ല, എല്ലാവർക്കും വരാറിയത്തില്ല. ഒരു സമോസയോ രാവിലെ തൊട്ട് വെച്ചെന്നിരിക്കുന്നതല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിച്ചിട്ട് വരുമ്പോൾ വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ബർഗറും എല്ലാം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വന്നു. അപ്പം ഞങ്ങൾ അന്നേരം ഒരു പുതിയ കട, ഞങ്ങൾ ആക്ച്വലി ആ മലയാളി കടയിൽ ഹോട്ടലിൽ നെയ്യപ്പമോ ഏത്തക്കപ്പോ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നോക്കിയുണ്ടെങ്കിൽ അവിടെ ഇല്ല എന്ന് സൺഡേ ദിവസം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കണേ ഒരു ബേക്കറി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെന്നാൽ അവിടെ നോക്കിയിട്ട് എന്ത് ഉണ്ടെന്ന് നോക്കാമെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ള ഒന്നും ചിക്കൻ പപ്സ് ഒന്നും അല്ല. ഇവിടെ ഈ ചിക്കൻ റോള് അവിടെ ഉള്ളത്. ഇപ്പം ചിക്കൻ റോള്, അങ്ങനെ വേറെ ഹോട്ട് ഡോഗ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയായിരുന്നു ഈ സ്റ്റിക്കിൻ്റെ അകത്ത് ചിക്കൻ പിന്നെ ഗ്രില്ല് ചെയ്തെടുത്തത് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞ നമുക്കന്ന് ചിക്കൻ റോൾ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ചിക്കൻ റോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ മലയാളിക്കടയിൽ നിന്ന് ഏത്തക്കയൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എനിക്കതൊരു ആഗ്രഹം, ഏത്തക്ക നമ്മൾ ഈ നാട്ടിൽ കനലിൽ ചുട്ട് തിന്നത്തില്ലായിരുന്നു. അപ്പോൾ അതിനെനിക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ പണ്ട് റയിച്ചാൽ ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു വെക്കുന്ന ഒരു സാധനം കൊണ്ട് ഈ ഉണക്കമീനൊക്കെ നമുക്ക് ചൂടാനായിട്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ ഞാനിങ്ങനെ വെച്ച് കുറേ നേരം എടുത്തതെന്ന് വെന്ത് വരാനായിട്ട്. കാരണം ഒത്തിരി പഴുത്ത ഏത്തക്കയല്ലായിരുന്നു. അപ്പോൾ എന്ത് വന്നാലും അത് ഞാൻ കഴിച്ചു. എന്നിട്ട് രാത്രിയിൽ പിള്ളേർ പറഞ്ഞു, മമ്മിക്ക് വയ്യാമല്ലോ, മമ്മി റെസ്റ്റ് എടുത്തോ, യാത്ര എഴുതി കഴിഞ്ഞല്ലോ. പിള്ളേരെന്ന് പറഞ്ഞാൽ പോള്. ഞാൻ പറഞ്ഞു വേണ്ടടാ, ഞാൻ അല്ലാതെ എന്തെങ്കിലും എനിക്ക് ചെയ്തതാന്ന് പറയുമ്പോൾ നീ ചെയ്തു തരത്തില്ലല്ലേ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് വെളിയിൽ നിന്ന് നൂഡിൽസ് വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിവിടെ ചോറൊക്കെ വെച്ചോളാം. അങ്ങനെ ഞാൻ ബിരിയാണി റൈസ് കുക്കറിലിട്ട് പിന്നെ മുട്ടയും ചമ്മന്തിയും അച്ചാറും. അന്നേരം സൺഡേ ദിവസം ഇവിടെ ഈ രാത്രി പിന്നെ ഒരു 10-10:30 വരെ ഞാനും ഡാഡിയും മാത്രമേ കാണൂ. ഇതുങ്ങളൊക്കെ വന്നിട്ട് വൈകുന്നേരമാണ് പ്രൈസനെയും കൊണ്ട് സൈക്കിൾ ഒട്ടിക്കാൻ. പ്രൈസന് ചവിട്ടാൻ അറിയത്തില്ല. സൈക്കിൾ ഒട്ടിക്കാൻ പോയി, പോള് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അങ്ങനെ പലരും പലയിടത്ത് പോയേക്കുക. കേരളക്കടയിൽ നിന്ന് സാമ്പിള് ഇച്ചിരി റോസരി വാങ്ങിച്ച. പിന്നെ അവിടെ നോക്കിയുണ്ടെങ്കിൽ ഈ രാമച്ചം ഉണ്ടല്ലേ, അതിരിക്കുന്നു 25 രൂപ വരണം. അത് തേച്ച് കുളിക്കാൻ നല്ലതല്ലേ, നോക്കട്ടെ. പിന്നെ വെളിച്ചെണ്ണ 1/2 ലിറ്ററേ വാങ്ങിച്ചുള്ളൂ. 1/2 ലിറ്ററിന് 260 രൂപ. പച്ച ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക 60 രൂപ. പിന്നെ ഈ വെട്ടുകൾക്ക് ചെറുതേ ഉള്ളായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് മുളക് വാങ്ങിച്ച്. കൊച്ചുള്ളി കിലോ 120, 1/2 കിലോ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ പറയില്ല, അന്ന് ഹോട്ടലിൽ ഞങ്ങൾ കയറിയ നല്ല കളറുള്ള വെള്ളമൊന്നും. അപ്പോൾ ഞങ്ങളവിടെ ഹോട്ടലിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലുകാരുടെ തന്നെ കടയാണ് ഈ കേരളക്കടയിൽ. അവർ രണ്ടും പാർട്ട്ണർഷിപ്പാണ്. അപ്പം പറഞ്ഞ് പതിമുഖമാണെന്ന്. പതിമുഖം ദാഹശമിനി, ഇത് ആയുർവേദമാണെന്ന് പറയുന്നത്, ഹെർബൽ മിക്സ്. അപ്പോൾ അത് വാങ്ങിച്ചു. ഒരെണ്ണം 10 രൂപ. നോക്കട്ടെ കേട്ടൊന്ന്. ഡിമാർട്ടിൽ നിന്നും കുറച്ച് സാധനം വാങ്ങിച്ച്. ഞാൻ വീട്ടിലത്തെ ആവശ്യത്തിന് കാശ്മീരി ഡിമാർട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അച്ചാറിടാൻ നാട്ടിൽ നിന്നും. മയോണൈസ്, ചിപ്സ്, കാഷ്യൂനട്ട് വേണം. കാഷ്യൂനട്ട്, അമൂൽ ഫ്രഷ് ക്രീം, വിനെഗർ, അച്ചാറിടാൻ വേണം വിനെഗറൊക്കെ. പിന്നെ നല്ലെണ്ണ മാറുന്നു. അപ്പോൾ 2 കാഷ്യൂനട്ട് ആദ്യം 200 ഗ്രാമിൻ്റെ എടുത്ത്, പിന്നെ കണ്ടത് 100 ഗ്രാം കഴിക്കുന്നത്. പിന്നെ ഓയിൽ ഇത്രയാണ്. ഇനിയിപ്പം അച്ചാറിടാൻ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ വില കൂടി. ഈന്തപ്പഴം വാങ്ങിച്ച് 1/2 കിലോ. ഇതിപ്പം പിറ്റേ ദിവസത്തെ രാവിലെ ചായ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പം ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഈ ഡിമാർട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി വാങ്ങിക്കണമെന്ന് പറയുന്നത് അതാ. അപ്പോൾ എനിക്ക് ഇച്ചിരി റവ വേണമായിരുന്നു. അപ്പോൾ ആ റവയുടെ സൈഡിൽ നിന്ന് ഞാനൊരു പാക്കറ്റ് എടുത്തു. പക്ഷെ വീട്ടിൽ വന്നിട്ടാണ് ഞാനത് നോക്കിയത്. അതിൻ്റെ അകത്ത് എന്തോ ബഗർന്നു അങ്ങനെ കണ്ട എഴുതിയത്. അപ്പം ഞാനതൊന്ന് ഇന്നലെ വൈകിട്ടേ ഞാനതൊന്ന് വറുത്ത് കേട്ടോ. വറുത്തുടനെ റവയുടെ കൂട്ടല്ല, റവയേക്കാൾ ഇച്ചിരിയും കൂടെ തരി വലുതാണ്. അതും റവയുടെ കൂട്ടുള്ള കളറും അല്ല. റവയ്ക്ക് ഒരു ഇച്ചിരി യെല്ലോയിഷ് കളർ പോലല്ലേ. ഇതെന്ന് പറയുന്നത് വെളുവെളായിരിക്കുമായിരുന്നു. അപ്പോൾ അതെന്തോ അതെനിക്കത് ഞാനങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു വേർഡ് മറാഠി വേർഡാണ്. അപ്പോൾ അത് ഒത്തിരിയും യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്. ഈ ഉപവാസത്തിനൊക്കെ ഇവർ കിച്ചടി അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു മില്ലറ്റാണ്. അതിനൊട്ട് നല്ല വിലയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തു വന്നേലും റവ ഉണ്ടാക്കുന്നത് പോലെ സെയിം ഉണ്ടാക്കി. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ നോക്കിയുണ്ടേ വെള്ളത്തിൻ്റെ എനിക്കറിയണമായിരുന്നു. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനങ്ങനെ മലയാളത്തിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തുവാ കവടപ്പുല്ല് അല്ലെങ്കിൽ കുതിരവാലി അതാണെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയത് കണ്ടത്. പക്ഷേ അത് കഴിക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉണ്ടാക്കി. പക്ഷേ റീച്ചാൻ ഇഷ്ടമായി. കഴിക്കാനും കുഴപ്പമില്ല കേട്ടോ. പഴമൊക്കെ കൂട്ടി, ഇത് പഴവും ഇല്ലായിരുന്നു. പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഇച്ചിരി ശർക്കരയൊക്കെ ഇട്ട് ഈ പാൽച്ചോറ് പോലെ ഉണ്ടാക്കത്തില്ലേ, അതിന് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തു വന്നേലും ഉണ്ടാക്കി. കണ്ടില്ലേ, അതങ്ങ് വെളുത്തല്ലേ ഇരിക്കും. നമ്മുടെ റവയെന്ന് പറയുന്നത്, ഉപ്പുമാവെന്ന് പറയുന്നത് ഒരു ഇച്ചിരി യെല്ലോയിഷ് കളർ പോലെ തോന്നുമല്ലേ. ഇത് വെളുവെളുത്തിരിക്കും. പക്ഷേ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല സാധനം. കറക്റ്റ് നല്ല അലന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി എന്തു വന്നേലും ഉണ്ടാക്കി. കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ അത്രയും ഒരു ഐഡിയയും ഇല്ലായിരുന്നു എന്നുള്ളത്. ഇതാ ഈ ഡിമാർട്ടിൽ ചിലർ എടുത്തിട്ടേ വേണ്ടാന്നുണ്ടെങ്കിൽ ആ കാണുന്നിടത്ത് അങ്ങ് എടുത്തിടും. പിന്നെ അവിടെ ഉള്ളവരല്ലേ എടുത്ത് എല്ലാം അതാത് സ്ഥാനത്ത് വെക്കുന്നത്. അങ്ങനെ ആരോ എടുത്തിട്ട് കൊണ്ടിട്ട് നന്നായി എനിക്ക് തോന്നുന്നത്. ഞാനും പൊട്ടി എന്നാൽ ഒന്ന് നോക്കണ്ടായിരുന്നു വായിച്ച്. സൺഡേ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയതും കൊണ്ടെടുത്ത് ഇങ്ങോട്ടേക്ക് മാറുമായിരുന്നു. പ്രൈസിന് കൊണ്ടുപോകാനായിട്ട് ടോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ചായ റെഡിയായി. ചായയും കൂടെ എടുക്കട്ടെ. മെഴുക്കുവരട്ടി വെക്കാൻ കോവയ്ക്കും ഒരു ക്യാരറ്റും കൂടെ ഇട്ട് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വെച്ച്. അതൊന്ന് ഉപ്പി പറ്റിക്ക് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് വേവിച്ചിട്ട് പിന്നെ എണ്ണയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇന്നലെ വാങ്ങിച്ച് ഒരു ഇച്ചിരി 13 ഇട്ട് നോക്കട്ടെ. ഇപ്പം അത്രയും കിടക്കട്ടെ. ഞാൻ അത്രയും ഇട്ടിട്ടേ ആ ഒരു അവിടെ ഹോട്ടലിൽ കണ്ടതുപോലുള്ള കളറായില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ കുറച്ചുകൂടെ കൂടുതലിട്ട് അന്നേരം ആ കളർ വന്നു. ആ കളറൊക്കെ നമുക്കൊരു അട്രാക്റ്റ് തോന്നുന്ന ഒരു കളറാണ്. ഇതിലെ കുപ്പി ഗ്ലാസ്സിലൂടെ ആകുമ്പം നല്ല അടിപൊളി കളറാണ്. അപ്പം ഇപ്പം നമ്മുടെ കോവയ്ക്ക ഞാൻ ഉപ്പിലൊന്ന് പറ്റിച്ചായിരുന്നല്ലേ, അതൊന്ന് മെഴുക്കോട്ടാനായിട്ട് ചോയിലൊഴിച്ച് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. ഇന്ന് ഞാൻ അരി ഇടുന്നതേ ഈ ചുമന്നരി. അന്നേരം കടക്കാർ പറഞ്ഞെന്തോന്ന് ഇതിൻ്റെ പേര് ഉണ്ടയരി മട്ടയരി ഉണ്ടയരി. അപ്പം ഞാൻ അതിന് സാമ്പിളിനെ വാങ്ങിച്ച 65 രൂപ. വേവില്ലെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, അത് കടക്കാരങ്ങനെയൊക്കെ പറയും വേവില്ലെന്നൊക്കെ. വെക്കുമ്പോൾ അറിയാൻ വേവാണോ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന വേവാണെന്നാണ്. ഇന്നാൾ ഞാൻ വാങ്ങിച്ചതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. കഴിച്ചാൽ നിങ്ങളെ മാർക്കറ്റിൽ മീൻ നോക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു ചൂര ഉണ്ടായിരുന്നു. ആ ചൂരയുടെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈൻ്റെ ഇത്രയേ ഉള്ളെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ അവർ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ചൂര 100 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞു ഒരെണ്ണം 200 രൂപ, അപ്പോൾ 2 എണ്ണം 400 രൂപ. ഞാൻ പറഞ്ഞു
കുറച്ച് തരുമോയെന്ന് ചോദിയത്. അത് ആ ഒരെണ്ണം ചെറുത് 200 രൂപയ്ക്ക് നഷ്ടമാണ്. എന്നാൽ ഈ മനുഷ്യൻ സാധാരണ ബാർഗിൻ ചെയ്യുന്നതാണ്. വന്നുകൊണ്ട് വെറും കൈയോടി ഞാൻ ചോദിച്ചാൽ എന്ത് മീൻ, അതെ നീ പറഞ്ഞില്ലേ വേണ്ടാന്ന്, അത്രയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഒന്ന് ബാർഗിൻ ചെയ്യാൻ വയ്യായിരുന്നോ, മീനില്ലാതെ വയ്യ. അപ്പം പറഞ്ഞാൽ ഞാൻ പിന്നെയും നോക്കിയിട്ട് വരാം. അടുത്ത ഒരു 5 മിനിറ്റ് ബൈക്കിൽ പോകുന്നെങ്കിൽ 5-6 മിനിറ്റിൻ്റെ ഇടയിൽ പോയപ്പോഴത്തേക്കിനും അവർ അടച്ചു കഴിഞ്ഞ്. ഇച്ചിരി മീനില്ലാത്തൊരു വല്ലാത്ത. അത് എനിക്കിഷ്ടം ഈ ചൂര മീനാണ്. മെനഞ്ഞാന്ന് പോയിട്ട് ഒന്നുമില്ലായിരുന്നു, അവർ വെറുതെ അവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഇന്നലത്തെ മോരുകറിയും തോരനുമൊക്കെ ഇരിപ്പുണ്ട്. ഞാനേ ഇന്നലെ കേരള കടയിൽ നിന്ന് പച്ച ഏത്തക്ക വാങ്ങിച്ചില്ലേ, അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് ചിന്തിക്കുക, അതുകൊണ്ട് കറി ഉണ്ടാക്കാം. ഇവിടെ പിള്ളേർക്ക് അന്നുണ്ടെന്നേ ഒത്തിരി നാൾ മുമ്പട്ടിയാണ് ഉണ്ടാക്കിയതാണ്, കഴിച്ചില്ല. ഇനി അറിയത്തില്ല, അവർക്കിപ്പോൾ ഓന്തിൻ്റെ സ്വഭാവമാണ്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. പ്രിയൻ വരും നിത്യരാജാവ വരട്ടി ഈ പരുവായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ തീരെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാമേ, നീ പേടിക്കണ്ട കേട്ടോ. അവിടെ കിടന്നു, പേടിക്കാതെ അവിടെ കിടന്നു, ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക്. അന്നേരം ഞാൻ ആ ഏത്തയ്ക്ക ഒന്ന് തൊലി പൊളിച്ചെടുക്കുമായിരുന്നേ. ഇന്നാൾ ഞാൻ തൊലിയോടുകൂടി ഇട്ടിട്ട് അതങ്ങോട്ട് കറിക്കൊരു വേറൊരു കളറായി പോയായിരുന്നല്ലേ. ഞാനുണ്ടേ ഒരു പഴുത്തേൻ്റെ ഇത്ര എടുത്തിട്ടുണ്ടേ, ഇതുകൊണ്ട് ഇത് ഇടുന്നുണ്ട്. ഒരിത്തിരി മധുരമുള്ളത് എനിക്കിഷ്ടമാണ്. എന്തോന്നേലും കഴിച്ചാൽ കഴിക്കത്തില്ല. പിന്നെ ഞാൻ ചിന്തിച്ച് ഇതൊന്നിടാന്ന്. ആ തൊലി ഞാൻ കളഞ്ഞില്ല കേട്ടോ. തൊലി ഇനി എന്തേലും തോരൻ വെക്കുമ്പം ആ തൊലി ഞാൻ അതിലരിഞ്ഞ് ചേർക്കും. ഞാൻ ആ ഒരു അരമുറി കായ ഇട്ടിട്ടേ ഒന്നും അറിയില്ലായിരുന്നു. ആ അങ്ങനെ അധികം പഴുത്തയല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കായ ഉണ്ടല്ലേ, അങ്ങനെ ഒത്തിരി വിളഞ്ഞ് കാമ്പറ്റ കായല്ല ഇത്. വറക്കാൻ നല്ല ഇതാവും, കാരണം പൊട്ട് കായായിരുന്നു ഇത്. അപ്പം ഞാനിത് അരിഞ്ഞിട്ട് കുക്കറിൽ 2 വിസിലടിച്ചെടുക്കുക. നേരത്തെയൊക്കെയാണ് ഞാൻ ചട്ടിയിലിട്ടങ്ങ് വേവിക്കുമായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലേ, ഗ്യാസ് ലാഭം, സമയലാഭം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എന്തുവാന്നേലും ഇത് റേച്ചാൻ കഴിക്കുന്ന സാധനമല്ല. മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു 2 വിസിലടിച്ചെടുത്തു. എന്നിട്ട് ഇതിന് അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, നമ്മൾ സാധാരണ ഈ പിന്നെ മത്തങ്ങാക്കറിക്കൊക്കെ എരിശ്ശേരിക്ക് അരയ്ക്കത്തില്ല, അതുപോലെ ഒരു കഷ്ണം വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയുമാണ് അരച്ചത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കുറുക്കിയെടുക്കാൻ പറ്റിയില്ല, ഇച്ചിരി ചാറായിപ്പോയി, വേറെ ഇതിൽ നിന്നങ്ങ് ഒഴിച്ചു പോയി. അത് ഞാൻ ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ടേ, പതുക്കെ ഒന്ന് അടയ്ക്കട്ടെ, ചട്ടി പൊട്ടാതെ. കുക്കറിൽ ഇട്ടങ്ങ് ഉടച്ചതിനായിരുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിലിട്ടതാണ്. അരച്ച അരപ്പ് ഇട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ അരപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇത്തിരി നമ്മളെ കുറിയ അവിയലും ഉണ്ടല്ലേ, അതാണ് ഞാൻ ചിന്തിച്ചത് ആ രീതിയിൽ ഉണ്ടാക്കാൻ. പക്ഷേ മൈൻഡില്ലേ, നമ്മൾ മത്തങ്ങ പരിപ്പ് കറിയുടെ അതാണെന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം കോരി ഒഴിച്ചത്. പിന്നെ അതൊട്ട് വറ്റിക്കാനും പറ്റത്തില്ലല്ലോ, എത്രമാത്രം ഇട്ട് ഗ്യാസ് കത്തിച്ച് തീർത്താൽ അത് വറ്റും. പിന്നെ ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ, കായൊക്കെ ആകുമ്പോൾ ഇച്ചിരി തണുക്കുമ്പം മൊത്തത്തിലങ്ങ് ഞാൻ ചിന്തിച്ചതുപോലുള്ള രീതിയിൽ എനിക്ക് കിട്ടത്തില്ല, എന്നാലും ഇച്ചിരി ഒന്ന് കുറുകി കിട്ടും.
അപ്പോൾ ഞാനിതിൽ കടുക് കൂടെ വറുത്ത് ചേർക്കാമെന്ന് ഇത്. അപ്പോൾ ഇന്നലെ വറ്റൽമുളക് വാങ്ങിച്ചായിരുന്നല്ലേ, അപ്പോൾ അത് ഒന്ന് വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറ്റൽമുളക് നമ്മൾ കറിക്കകത്ത് ഒഴിച്ചിട്ടേ അതെടുത്ത് കഴിക്കാൻ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് അതെടുത്ത് കഴിക്കാനായിട്ട്. നന്നായിട്ട് മൂത്ത മുളക് അങ്ങ് കറുത്ത കളറാവുമല്ലേ, അതിങ്ങനെ ഒന്ന് പീച്ചുമ്പോഴേ അതിൻ്റെ അകത്തുനിന്ന് ഇത്തിരി നല്ല റെഡ് കളറുള്ള ജ്യൂസ് ഇറങ്ങി വരും. അപ്പം ഞാനിത് കറിക്കകത്തൂടെ ഒഴിക്കട്ടെ. അപ്പം ഞാൻ കറിയൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാനായിട്ട് ഇച്ചിരി കുത്തരിയും വലിയ കൊതിയിൽ കുത്തരിയും ഇതൊക്കെ എടുത്തിട്ട് ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി അച്ചാറൊക്കെ അതിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട്. അച്ചാർ ഇന്നലത്തെ തോരനൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കറി ഒഴിച്ചുകൊണ്ട് നിന്നുണ്ടെങ്കിൽ എനിക്ക് കൊറിയറുകാരൻ വന്ന് അങ്ങനെ ബെല്ലടിച്ച് ബാക്കി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ചോറും കറിയും മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങളെ ബാക്കിയും കൂടെ കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ വന്ന് ഞാൻ കറിയൊക്കെ ഒഴിച്ചു, പക്ഷേ ക്യാമറ ഓണല്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.